ഹലോ ഗായ്സ്, വീണ്ടും ഗുഡ് മോർണിംഗ്. സൂര്യൻ്റെ വീട്ടിലായിരുന്നു. എല്ലാത്തിരി വൈകിട്ട് പറയാൻ പറ്റിയില്ല ഗായ്സ്, കാരണം നല്ല ഉറക്കക്ഷീണുണ്ടായിരുന്നു. സൂര്യ മോൻ്റെ അവിടെ ചായ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് ബൈക്ക് പീരീഡിലോട്ട് കിടക്കാൻ പഠിക്കണം ഗൈസ് കുറച്ച് നേരം കൂടെ, കാരണം ഇന്നലെ അധികം പഠിക്കാൻ പറ്റിയില്ല. ഇന്നലെ കുറച്ച് പഠിച്ചുള്ളൂ. ഇന്ന് സൂര്യൻ കുറച്ച് പഠിക്കുമ്പോഴേക്കും നമ്മളെ നീബ വിളിച്ചു ഗൈസ്. ഒരു മണിക്കൂറോളം നീബ നമ്മളെ കളിയാക്കി. നിബനെ നമ്മൾ കളിയാക്കി. നിബനെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ നിബ കരയാറായി. അവസാനം നിബ പ്ലീസറാ, മുട്ടായും ചായയും വാങ്ങിത്തരാ, നിർത്തടാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പം നമുക്കിനി എന്തായാലും ഇന്ന് പഠിക്കാനുണ്ട്. ഇപ്പം ചായ കുടിച്ചിട്ട് കുളിക്കാൻ പോകണം. കുളിച്ചതിന് വന്നിട്ട് പഠിക്കാല്ലേ? കുളിച്ചതിന് വന്നിട്ട് പഠിക്കാനുള്ള പ്ലാനാണ്. ആ കുളത്തിലാണ് കുളിക്കാൻ പോകണമെന്നൊക്കെ ഒരു മൂഡുണ്ട്. നോക്കാം ഏത് മൂഡ്. അംബാനി വൈബ്. ഓക്കെ, അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ കുളിക്കാൻ പോകണം. അവിടെ നിന്ന് കാണാം. ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. ഓക്കെ, ബൈ. ഇപ്പം നമ്മൾ പഠിച്ച് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇടയിലാണ് സൂരജ് എൻ്റെ അനിയത്തിയെ കൊണ്ടുവിടാൻ പോയി വന്നിട്ട് അവനൊരു സർപ്രൈസ് ഉണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം കേട്ടോ. ഇപ്പോൾ വീട്ടിൻ്റെ ബാക്കിലേക്കേ പോണത്. ഗൈസ്, ഇപ്പം മീൻ വളർത്തുന്നുണ്ട്. ഇതാണ് എൻ്റെ സർപ്രൈസ്. എനിക്ക് കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഗൈസ്, സൂരജിൻ്റെ ഗപ്പി ഫാമാണ് ഗൈസ്. ഗപ്പി ഫാം ഇതിലുണ്ട് ഗൈസ്. ഇതിൽ ബ്ലൂ ടെയിൽ, അതിൽ അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ആപ്പിളിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ. അതിൽ ബ്ലൂ ടെയിലാണ്, എലിഫൻ്റ് ഇയർ ആണെല്ലാം. അതിനകത്ത് നോർമൽ ആപ്പിൾ ഉണ്ട്. ഇത് ആപ്പിളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. ഗുഡ് 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 ഓടിക്കളിക്കുന്നുണ്ട. ഇതൊരു വൈബാണ് ഗൈസ്. എൻ്റെ ഒരു ഓസും ഉണ്ട്, ഓസ്കാർ. നമ്മുടെ ഓസ്കാറിന് രാത്രിയും രാവിലെയും നല്ല പടയ്ക്കണ ഗപ്പീനെയാണ് തിന്നാട്ട് കൊടുക്കുക. ഞാൻ 2 പിടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെക്കൻ തല്ലുന്നൊക്കെ പറയണത്. ഓക്കെ, സൂരജിന്റെ ഗപ്പി ഫാം. സൂരജ്, എന്താ ഇതിന്റെ പിന്നിലെ രഹസ്യം? എൻ്റെ ഒരു ക്രേസ് അത്രയാണ്. അതന്നെ, സൂരജിന്റെ ഗപ്പി ഫാം കണ്ടില്ലേ? സൂരജ് ഇത് എക്സ്പാൻഡ് ചെയ്യാനാണ് പ്ലാന് പറയുന്നത്. സൂരജ് ഇത് വലിയ രീതിയിൽ ഒരു ഫാമായി മുന്നോട്ട് കൊണ്ടുപോയി ജീവിതമാർഗമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല സൂരജ്? അതെ, കോളേജ് പഠനം നിർത്തിയിട്ടേ. ഗപ്പി ഫാം സൂരജ്, ഗപ്പി സുര, കറക്റ്റ്. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പം എന്തായാലും നമുക്കിനി ബാക്കി പഠിക്കാം ഗൈസ്. രാവിലെ തൊട്ട് കുറച്ച് നേരം പഠിച്ചു. അപ്പോൾ സൂരജ് അനിയത്തെ കൊണ്ടുവിടാൻ പോയ സമയത്ത് ഞാൻ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ വീഡിയോ കണ്ടിട്ട് വരിക. ഓക്കെ, ഇവിടെ ചെറിയൊരു മഴപ്പാറ്റിലൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടാ, മഴ പെയ്യുന്നുണ്ട്. എന്താ അറിയില്ല, നല്ല മഴ. നോക്കി നാശം പിടിക്കാനായിട്ട് മഴ പെയ്യാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി മുതൽ കണ്ട ഗൈസ്, ഫുള്ള് കുരുവും കാര്യങ്ങളൊക്കെയാണ്. കറുത്തു ഗൈസ്, കറുത്തു. ഇപ്പോൾ എന്താ സുഹൃത്ത് ചിരി? പട. അപ്പോൾ നമുക്കിനി ബാക്കി നമ്മുടെ പഠിത്തം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, ബൈ. ഹേ ഗൈസ്, ഇപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. നേരെ എക്സാമിന് പോകാനാണ്. ഇതാ സൂരജ് വീട് പൂട്ടുകയാണ്. ചെക്കൻ ഭയങ്കര ലാഗാണ് കേട്ടോ ഗൈസ്. ഈയിടെ ആയിട്ട് ചെക്കൻ എന്താ അറിയില്ല, ഭയങ്കര ലാഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വീടൊക്കെ പൂട്ടി എൻ്റെ വണ്ടി എടുത്തിട്ടാണ്. ഇന്ന് ഞാൻ അവിടെ നിന്ന് തിരിക്കും. ഇന്ന് നെമ്മാറ ഞാൻ സ്ഥലം വിടും. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ്. ഇനി അടുത്ത വ്യാഴാഴ്ച എക്സാം ഉള്ളൂ. ഇല്ല സൂര്യേ? പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോകും. 5 ദിവസമായി വീട് കണ്ടിട്ട്. ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് നാളെ തൊട്ട് ഡെയിലി വ്ളോഗ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനായിരിക്കും, വരുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് പരിപാടി വരുന്നത്. നമ്മൾ എന്തൊട്ട് ഷോർട്സ് ഇടുന്നുണ്ടോ ചിലപ്പോൾ. നമ്മളൊരു അടുത്തൊരു 2-3 വീഡിയോ ലോഗിനുള്ളിൽ ഷോർട്സ് ഇടാൻ തുടങ്ങും. അപ്പോൾ എല്ലാത്തിനും നല്ല സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആദ്യം പിക്ക് ചെയ്യണം. ആദ്യം വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനെ പോയി പിക്ക് ചെയ്തിട്ട് അവിടെ നേരെ കോളേജിൽ പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ആദ്യം വെച്ചാൽ എൻ്റെ വീട് എത്തിയിട്ടുണ്ട്. സൂരജ് ഫോണൊക്കെ നോക്കി വിഹിതമായ കാമുകി ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വെച്ചാൽ പാൻറ്റ് എടുത്തിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അരമണിക്കൂർ ആവുമെന്നാണ് പറയണത്. എന്താ സൂരജ്, എത്രയോ ആവും? അരമണിക്കൂർ കൂടുതലാവും. കാരണം അത് മുടിയൊക്കെ കെട്ടി പാൻറ്റൊക്കെ ഇട്ട് ഷൂ ഒക്കെ സോക്സ് ഒക്കെ തുടച്ച് ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങി നടന്നു വരാൻ തന്നെ 10 മിനിറ്റ് ആവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി കോളേജ് എത്തുമ്പോൾ, ഇപ്പോൾ സമയം വൈകുന്നേരം, കോളേജ് എത്തുമ്പോൾ 12:30 പോയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണം. എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വേണം. പിന്നെ ക്ലാസ്സിൽ പോയിട്ട് പിള്ളേരുടെ റിവ്യൂ ഒക്കെ എടുത്തിട്ട് എക്സാം. ഇന്ന് ലാസ്റ്റ് എക്സാം ആണ്. ലാസ്റ്റ് എക്സാം അല്ല, ഇനി ഒരു എക്സാമും കൂടി ഉണ്ട്. ഈ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞു. ഇനി ഒരാഴ്ച ടൈം ഉണ്ട്. ഞാൻ നേരെ ഇനി തിരിച്ച് പറഞ്ഞ പോലെ വീട്ടിലേക്ക് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ആദ്യം വെച്ചാൽ വരുന്ന ടൈം വരെ ഉള്ളൂ. ഇത്ര സമയമാവും നോക്കാം. ആദ്യം വെച്ചാൽ വന്നതിന് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, കോളേജിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ആദ്യം വെച്ചാൽ എത്തിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റി അരമണിക്കൂറായി പോയിട്ട് എത്തിയിട്ടുണ്ട്. ഈ ചങ്ങാതിക്ക് ഷൂവും സോക്സും ഒക്കെ ഇടണം. അതിനൊരു 10 മിനിറ്റ്.
ഇല്ല ആദ്യം വെച്ചാനെ മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് സുന്ദരി കോതയായിട്ട് വന്നിരിക്കണ്ട എന്റെ കുട്ടി. പിന്നെ ഇനി എന്താ സുഹൃത്തെ പരിപാടി? ഇനി നമ്മൾ കോളേജിൽ പോകണം. കോളേജിൽ പോണോ? പഠിക്കണോ? പഠിക്കാനുള്ള ടൈമൊന്നും ഇല്ല. സമയം കോളേജ് എത്തുമ്പോൾ 1 മണിയോ. ഇനി എന്ത് പഠിക്കാം? 1:30 മണി 1:30 എക്സാം ആണ്. 1 മണിക്ക് കോളേജ് എത്തുള്ളൂ ഇനി. ഓക്കെ ആയി. അപ്പം നമുക്ക് കോളേജ് എത്തിയിട്ട് കാണാം. ബായ്. മഴയുണ്ട്. നമ്മൾ എക്സാമിൻ്റെ പുറത്ത് ക്യാൻറ്റീൻ്റെ അവിടെ ചായ കുടിക്കാൻ വന്നത്. എന്തെങ്കിലും ചായ കുടിക്കാൻ വന്നതാണ്. അപ്പോൾ പഠിച്ചിട്ടുണ്ട് എല്ലാവരും. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് കാണാം. പിള്ളേരൊന്ന് പരിചയപ്പെടാം. പിള്ളേർക്കൊന്ന് റിവ്യൂ എടുക്കാം. ഓക്കെ. അശ്വത്തൊക്കെ എന്തോ കണ്ട് ഇരിക്കണ്ട അറിയില്ല. സാധാരണ ഇവിടെ അല്ലേ ഇരിക്കുക അവൻ. അപ്പോൾ ഓക്കെ നമുക്കിനി എക്സാം പിള്ളേരുടെ അടുത്ത് പോയിട്ട് കാണാം. ഓക്കെ ബൈ ഗൈസ്. ക്ലാസ് ഇതാണ് നമ്മുടെ അപ്പുറത്തെ ക്ലാസ് തന്നെ. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടു എല്ലാവരും പഠിക്കുകയാണ്. ആദ്യം ഇരിക്കുന്നുണ്ട് നമ്മുടെ ഉദയം മച്ചാനൊക്കെ നടക്കുന്നത് കാലിജിരിയാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് ആണ് എക്സാം. അപ്പോൾ വലിയ ക്ലാസ്സും കുറേ ബെഞ്ചും, അതാണ് ഹൈലൈറ്റ്. വരുന്ന ടീച്ചർ ദൈവം. ഓക്കെ. അപ്പോൾ നമുക്കിനി എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് കാണാം. ആദ്യം എന്താ പറയാനുള്ളത്? എക്സാം കഴിഞ്ഞിട്ട് കാണാം. അതിനെന്താ പറയാനുള്ളത്? അപ്പോൾ ഓക്കെ നമുക്ക് കഴിഞ്ഞിട്ട് കാണാം. എക്സാം കഴിഞ്ഞു. അപ്പോൾ രേവതി എങ്ങനെ ഉണ്ടായിരുന്നു? അജിനെ തങ്കപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. അശ്വത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? സൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അടിപൊളി. ഞാൻ സിന്ധുനെ പറഞ്ഞു. ഓക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? പാസ് ഗൈസ്. എല്ലാവർക്കും എക്സാം അടിപൊളിയായിരുന്നു. പാസ്സാവുന്നാണ് പറയണത്. ഉദയന്റെ അടുത്ത് ചോദിച്ചില്ല. ഉദയ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്സാവും. അപ്പോ അക്ഷയ പറയാൻ സൂപ്പറായിരുന്നു. ഇതാണ് സമാധാനത്തില് പഠിച്ചതൊക്കെ വന്ന എക്സാം. CS മാത്രം. അതന്നെ. ബാക്കിയൊക്കെ നമ്മള് തേപ്പായിരുന്നു. അപ്പൊ നമുക്കിനി എന്തായാലും ബാക്കി അവിടെ മരത്തിന്റെ അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഇവിടുന്ന് വൈകിട്ട് പേട സാർ തെറി പഠിക്കുമല്ലേ. ഓക്കെ. എക്സാം എല്ലാവരും പാസ്സാവുന്ന പറയണം. ഓക്കെ ബൈ ഗായ്സ്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചായ കുടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അജിന് ഇവിടെ പൈസ ഉണ്ടാക്കണ പരിപാടിയാണ്. കാണിച്ചു തരാട്ടാ. പൈസ ഉണ്ടാക്കണ വഴിയാണ്. അല്ലെ അജിന് എന്താ പൈസ ഉണ്ടാക്കണ വൈബല്ലേ? ഇപ്പൊ അടിക്കാം. അജിനെ കൊണ്ടുവന്ന് അടിച്ച് ആദ്യം അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കിട്ടില്ല. ഇത് കിട്ടില്ല. നോക്കാം കിട്ടുമല്ലോ നോക്കാം. കിട്ടിയില്ല. ഇനി അടുത്ത എന്റെ ട്രൈ. റിസ്ക് 115 അപ്പൊ അതിന്റെ പൊട്ടിയിരിക്കുന്നു ഗായ്സ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമ്മള് കഴിഞ്ഞു വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാണ്. ഇനി ഞാൻ നേരെ എന്റെ വീട്ടിലേക്കാണ്. ഇതവിടെ പിള്ളേർ അവിടെ വ്ളോഗിൽ വരണം എന്ന് പറയുന്നുണ്ട്, നിർബന്ധം പറയുന്നുണ്ട്. അപ്പൊ കാണിച്ചു തരാം. ഇതാണ് പിള്ളേര്. ഇതാണ് സച്ചിൻ, ഇത് സെബിൻ, ഇത് ആദ്യം പിന്നെ എപ്പോഴും കാണരുത്. സെബിൻ നാണക്കാരനാണ്. സെബിൻ കാണിക്ക്. സെബിൻ മോൻ കാണിക്ക്. സെബിൻ നാണക്കാരനാണ്. സെബിൻ ഇപ്പോഴൊന്നും കാണിക്കില്ല മുഖം. സെബിന്റെ ഫേസ് റിവീൽ നമുക്ക് 100K ഇട്ടാ. സെബിന്റെ ഫേസ് റിവീൽ. ഓക്കെ. സോ എല്ലാവർക്കും ബൈ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ ദിവസം നാളെ. ഓക്കെ ബൈ ഗായ്സ്. അപ്പൊ എക്സാം കഴിഞ്ഞു. ഇത് നേരെ എന്റെ വീട്ടിലേക്കാണ്. ഒരാഴ്ച ഇവിടെ എത്തിയിട്ട്. ജിഷ്ണു മച്ചാനാണ് റൈഡ് ചെയ്യണത്. മച്ചാൻ സീനാണ്. മച്ചാൻ ആറ്റിറ്റ്യൂഡാണ്. ബ്ലോഗ് എടുക്കുകയാണ് പറഞ്ഞപ്പോ അതന്നെ ഒന്നും പറയണ്ടത്. പറ നമ്മുടെ സീൻ തന്നെയാ പറയണേ. പിന്നെ എന്തായാലും നമുക്ക് വീടെത്തിയിട്ട് കാണാം. നേരെ എന്റെ വീട്ടിലേക്കാണ്. ഞാൻ 5 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പിന്നെ വീടെത്തിയിട്ട് കാണാം. ഓക്കെ ബൈ ഗൈസ്. ബൈ ഗൈസ്. അപ്പോ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ജിഷ്ണുവിന്റെ സ്ഥലത്ത് കോഴൽമന്നം എത്തും. അപ്പൊ ജിഷ്ണുവിനെ അവിടെ ഇറക്കി വിട്ടിട്ട് എനിക്കൊന്ന് അമ്മയുടെ വീട്ടിൽ പോകണം. അമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട്. അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തതിന് ശേഷം നേരെ എന്റെ ഡോഗിന് കുറച്ച് ഫുഡ് വാങ്ങാണ്ട്. ഓക്കെ. അതിനുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ട് വേണം വീട്ടിൽ പോവാൻ. അപ്പൊ അതിന്റെയൊക്കെ വിഷ്വൽസ് എടുക്കാൻ പറ്റുമോ നോക്കാം. പറ്റുകയാണെങ്കിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക. അതന്നെ അച്ഛൻ പറഞ്ഞ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ എന്തായാലും ജിഷ്ണു മച്ചാനെ വിട്ടിട്ട് നമുക്ക് നേരെ മാമനെ വീട് എത്തിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ബൈ. വീടെത്തിയിട്ടുണ്ട്. മമ്മി ആൻഡ് ബ്രദർ അമ്മയൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു സാഡ് ന്യൂസ് മറ്റേ അറിഞ്ഞുണ്ടാവും. കരിമ്പിൽ ഒരു ആക്സിഡന്റ് ആയി. 4 കുട്ടികൾ മരിച്ചു. പാവം സങ്കടമുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി ഇതാ അമ്മയാണ്. അമ്മ തിരിഞ്ഞോക്കമ്മ. അത് അമ്മയാണ് മമ്മി.
അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി നാളെ തൊട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും ബ്ലോഗ്. ഓക്കെ, ഇനി എക്സാം 19 ഉള്ളൂ. പോയി ഗൈസ്, ബൈ.